ഹായ് ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചി അവിടെ ഇരിക്കുമ്പോൾ ഒരാൾ സച്ചിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അതെ, പെണ്ണും ചെക്കനും വന്നു. കല്യാണം കഴിയാൻ കുറേ നേരം എടുക്കുമല്ലേ? അയ്യോ, കല്യാണം നേരത്തെ കഴിഞ്ഞതാ. ഇത് താലി പിരിക്കൽ ചടങ്ങാണെന്ന് പറയട്ടോ സച്ചി. അതെയോ, ഞാനേ ഒരു കല്യാണത്തിൽ നിന്ന് വന്നതാ, അതിന്റെ ഹാങ് ഓവറിൽ പറഞ്ഞതാ എന്നങ്ങ് പറയുന്ന നേരത്ത് സച്ചി പറയും, അപ്പോൾ നിങ്ങൾ നൂലുകെട്ട് ചടങ്ങിനാണ് പോയതെങ്കിൽ ഇവിടെ നടക്കുന്ന നൂലുകെട്ടൽ ചടങ്ങാണെന്ന് പറയോ എന്ന് പറയുമ്പോൾ അയാൾ പറയും, ഓ തമാശക്കാരൻ. അതെ ബോസേ, ഈ ചടങ്ങ് തീരാൻ ഒരുപാട് നേരം എടുക്കും. അപ്പോ സ്റ്റേജിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ തല വേദനിക്കത്തില്ലേ എന്ന് ചോദിക്കുന്ന നേരത്ത് സച്ചി പറയും, നേരെ നോക്കിയാലല്ല ബുദ്ധിമുട്ട്, കുറച്ചു നേരം അനങ്ങി ഇരിക്കാം, ദേ ഇങ്ങനെ ദേ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് സച്ചി കാണിക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാൻ. നേരെ നോക്കിയാലാണ് പ്രശ്നം, ഇടയ്ക്കിടയ്ക്ക് ചരിഞ്ഞു നോക്കാം എന്ന് പറഞ്ഞിട്ട് വേറെ പോസുകളും കാണിച്ചു കൊടുക്കാണ് കേട്ടോ. ഇത് കാണുന്ന അയാൾക്ക് ഭയങ്കരമായിട്ട് ചിരി വരികയാണ്. ഈ ബോസിന്റെ ഒരു കാര്യം, വാ നമുക്ക് കുറച്ചു നേരം നടക്കാന്ന് പറയുമ്പോൾ സച്ചി ചോദിക്കും, നടക്കാൻ ഇതെന്താ പാർക്കാണോ? കാർ പാർക്കിൽ എന്റെ കാറുണ്ട്, അവിടെ വരെ ഒന്ന് നടന്നിട്ട് വരാം. എന്തിന് എന്ന് ചോദിക്കട്ടോ സച്ചി. കാറിനുള്ളിലേ ഞാൻ സെറ്റപ്പ് ആയിട്ടാ വന്നത്. സെറ്റപ്പോ? ആ സെറ്റപ്പ് അല്ല, വേറെ സെറ്റപ്പാ. വാ ബോസേ, നമുക്ക് ഒന്ന് നടന്നിട്ട് വരാം. ഏയ് ഞാനില്ല, എനിക്ക് ഈ ചെയറിൽ നിന്ന് എണീക്കാൻ പോലും പറ്റത്തില്ല, ഇന്നെനിക്ക് സംസാരിക്കാൻ പോലും പറ്റത്തില്ല, ഞാൻ മൗനവ്രതത്തില എന്നങ്ങ് പറയുന്ന നേരത്തെ അയാൾ ചിരിക്കുകയാണ് കേട്ടോ. ഇന്ന് മൗനവ്രതത്തിലാന്ന് വാ തുറന്ന് പറയുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുക എന്ന് പറയുമ്പോൾ സച്ചി പറയും, കുറച്ചൊക്കെ സംസാരിക്കാം, വാ ബോസേ, ഇത് പെണ്ണുങ്ങൾ നടത്തുന്ന ചടങ്ങല്ലേ, നമുക്ക് ഭക്ഷണം കഴിക്കാറാവുമ്പോ വരാം എന്ന് പറഞ്ഞ് അയാളിങ്ങനെ വാശി പിടിക്കുകയാണ് കേട്ടോ. നിങ്ങളെന്താ കൊച്ചു കുട്ടികളെ പോലെ വാശി പിടിക്കുന്നത്? വാശിയല്ല ബോസേ, ആശയാ, വാ ബോസേ വാ എന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയും, ആ ഞാൻ വരാം. ഹാവു, എനിക്ക് സമാധാനമായി എന്ന് പറഞ്ഞിട്ട് അയാൾ സച്ചിയെയും കൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ സച്ചിയുമായിട്ട് കാറിൻ്റെ അടുത്തേക്ക് പോവാണ് അയാൾ. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ കാറിൻ്റെ ഈ കവാടം തുറന്നു കഴിഞ്ഞാൽ ബോസിന് കണ്ണു നിറയെ കാണാലോ എന്ന് പറഞ്ഞ ആ ഡോർ അങ്ങ് തുറക്കുക കേട്ടോ. അപ്പൊ സച്ചിയുടെ കണ്ണൊക്കെ തള്ളി പോകുന്നുണ്ട്. എല്ലാത്തിലേക്കും ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണ് സച്ചി. എങ്ങനെയുണ്ട് ബോസ് എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇതൊരു മിനി ബാറ് പോലെ ഉണ്ടല്ലോ. അതെ ബോസ്, കല്യാണ വീടുകളിലും മറ്റും പോയി കഴിഞ്ഞാൽ ബാറും തപ്പി ഇറങ്ങാനല്ലോ, അതുകൊണ്ട് ഞാൻ ഈ മിനി ബാറുമായിട്ട് പോകുന്നിടത്തേക്ക് എല്ലാം പോകും. ഇതിവിടെ ഇട്ടിരിക്കുന്നതേ കഴിക്കാനാ എന്ന് പറഞ്ഞിട്ട് അയാൾ കുപ്പിയിൽ നിന്ന് അത് ഒഴിക്കാണ് കേട്ടോ. അപ്പൊ സച്ചി പറയുന്നുണ്ട്, ഇതിന്റെ ഒന്നും ആവശ്യമില്ല ഏട്ടാ, നിങ്ങളെ കണ്ടിട്ടേ പെണ്ണ് വീട്ടുകാരെ ആളിനെ പോലെയില്ല, ഒരു വെയിറ്ററിനെ പോലെ ഉണ്ട് എന്നങ്ങ് പറയുന്ന നേരത്തെ അയാൾ ചിരിച്ചുകൊണ്ട് ഗ്ലാസ്സിൽ മദ്യം ഒഴിച്ചിട്ട് നമ്മുടെ സച്ചിക്ക് കൊടുക്കുകയാണ് കേട്ടോ. രണ്ട് കാര്യങ്ങൾ വന്നാൽ ഇത് കുടിക്കണം, ഒന്ന് ദുഃഖം വന്നാൽ ഒന്ന് സന്തോഷം വന്നാൽ. ഇപ്പൊ ഇവിടെ നടക്കുന്നത് നല്ല സന്തോഷത്തിലുള്ള ചടങ്ങല്ലേ, അപ്പൊ കുടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ബോസിനെ ഞാൻ ആശിച്ച് വിളിച്ചോണ്ട് വന്നതല്ലേ, എങ്ങനെ കുടിക്കാതിരിക്കുക ബോസ് എന്ന് പറഞ്ഞ് സച്ചിയെ പിടിപ്പിക്കുകയാണ് കേട്ടോ.